ഇവിടെ ഡൈനിങ്ങിന്റെ സൈഡ് ഭാഗത്ത് പാഷോക്ക് ഇവിടെ സൈഡില് സ്ലൈഡിംഗ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലോങ് കർട്ടൻ കൊടുത്തിട്ടാണ് ഇവിടെ സൈഡ് ഭാഗം ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് കൂടുതലും ഗ്ലാസ് ടൈപ്പിലായിട്ടുള്ള ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഈ ഗ്ലാസിന്റെ ഇൻസൈഡിലെല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഹാളിന്റെ സൈഡ് വശത്തായിട്ടാണ് പാഷോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മുകളിലായിട്ട് വരുന്നത് ഗ്ലാസ് ആണ്. ഇവിടുന്ന് നമുക്ക് ഡൈനിങ്ങിന്ന് നേരെ കാണുന്നത് ഈ പാഷോന്റെ സൈഡ് ഭാഗം പുറത്തേക്കും കാണാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർകേസ് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ നല്ലൊരു രീതിയിലുള്ള ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റിംഗ് കൊടുത്തതിന് കൂടെ തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ TV യൂണിറ്റിന്റെ താഴെ ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. വർണ്ണസങ്കല്പങ്ങളുടെ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കഞ്ഞിപ്പുരയിലുള്ള അബ്ദുറഹ്മാൻ ഷെരീഫ ദമ്പതികളുടെ വീട്ടിലാണ്. 2850 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി ഡിസൈൻ ചെയ്ത് പുത്തനത്താണിയിലുള്ള ആർടെക് ഡിസൈൻ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്ത് സുന്ദരമായി മനോഹരമായി ഇന്റീരിയർ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സുന്ദരമായ വീട്ടിലേക്കാണ് ഇന്ന് നിങ്ങളുടെ കാഴ്ചയും ഞങ്ങളുടെ ഈ പുത്തൻ എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ രാജേഷ് പുറത്തൂർ. ഞാൻ സുനിത രാജേഷ്. വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ്. ഈ വീടിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ അതിവിശാലമായിട്ടാണ് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ലാൻഡ്സ്കേപ്പ് ആ ഒരു സൈഡിലേക്ക് കൂടെ യോജിച്ച രീതിയിൽ കുറച്ച് ലോങ് ടൈപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തായിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാർ പോർച്ചും കൊടുത്തിട്ടുള്ളത്. വിശാലമായ ഈ ലാൻഡ്സ്കേപ്പിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട്. തണലിടങ്ങൾ തേടിയുള്ള നമ്മുടെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ തുടങ്ങിയാണ്. നമുക്ക് ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകൾ കണ്ടാലോ? വരൂ. അതിസുന്ദരമായും അതിമനോഹരമായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ ഈ വീടിന്റെ ഫസ്റ്റ് കയറി വരുന്ന ഭാഗം തന്നെ ഉള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെ 3 സോഫ കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ അനുയോജ്യമായ രീതിയിൽ തന്നെ ഒരു കോഫി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്താണ് വലിയ അതിസുന്ദരമായിട്ടുള്ള ഒരു ഷാൻലെയർ കൊടുത്തിട്ടുള്ളത്. ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഏരിയയിലേക്ക് ഡൈനിങ് സ്പേസിലേക്ക് കാണാവുന്ന രീതിയിൽ, അതായത് ഒരു സൈഡ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഭാഗം കിച്ചൺ ആണെങ്കിലും ഡൈനിങ് സ്പേസിലേക്ക് ഒരു ഭാഗം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ തന്നെ ഓപ്പൺ സ്റ്റൈലിൽ കൊടുത്തിട്ടുള്ള അതിമനോഹരമായ എലമെന്റ്സോട് കൂടി തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അതിനോട് കൂടെ തന്നെ ഓപ്പൺ സൈഡിലായിട്ട് വാളിൽ ഒരു പാനലിംഗ് കൊടുത്ത് അതിലൊരു സിഗ്സാക് ടൈപ്പിലുള്ള ഒരു ഡിസൈനും കൊടുത്ത് അതിൽ ബ്ലാക്ക് പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് പാസ് ചെയ്യുന്ന ഒരു ഭാഗത്ത്, അതായത് ഡൈനിങ് സ്പേസ് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇതിന്റെ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസിന്റെ ടോപ്പ് കൊടുത്ത് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത് വുഡിലാണ്. ഫ്രണ്ട് അതിന്റെ ഷാർപ്നെസ് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആ ഒരു ഭാഗം കേർവ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തതിന് അടിഭാഗത്ത് സ്റ്റെയർ കേസിന്റെ ഒരു ഭാഗം ഒരു ഭാഗത്ത് ഒരു 6-8 സൈസിലുള്ള ഒരു ഭാഗം ഇൻസൈഡിലേക്ക് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടാണ് സ്റ്റെയർ കേസ് പണിതിട്ടുള്ളത്. അതിന്റെ താഴെ ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഭാഗം നല്ല കുട്ടികൾക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ ഒരു സ്റ്റഡി ടേബിളും കൂടി ഈ ഒരു ഭാഗത്ത് കൊടുത്ത് സുന്ദരമാക്കിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡൈനിങ്ങിന്റെ സൈഡ് ഭാഗത്ത് പാഷോക്ക് ഇവിടെ സൈഡില് സ്ലൈഡിംഗ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലോങ് കർട്ടൻ കൊടുത്തിട്ടാണ് ഇവിടെ സൈഡ് ഭാഗം ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു 8 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു വലിയ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിംഗിലും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഹാളിന്റെ സൈഡ് വശത്തായിട്ടാണ് പാഷോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മുകളിലായിട്ട് വരുന്നത് ഗ്ലാസ് ആണ്. ഇവിടുന്ന് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് നേരെ കാണുന്നത് ഈ പാഷോന്റെ സൈഡ് ഭാഗം പുറത്തേക്കും കാണാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ചെയർ കൊടുത്ത് ഒരു കോഫി ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന രീതിയിൽ തന്നെ ഓപ്പൺ ടൈപ്പിലുള്ള ഒരു കിച്ചണിലേക്കുള്ള പാസേജിലാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് ചേർന്നിട്ട് ഒരു ഭാഗം സ്പെഷ്യലായി സെറ്റ് ചെയ്തിട്ട്, അതായത് ഈ ബ്രേക്ക്ഫാസ്റ്റിനോട് ചേർന്ന ഒരു ഭാഗം ഇൻസൈഡിലേക്ക് എടുത്തിട്ട് ഈ ഒരു ഭാഗത്താണ് ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാഷ് ഏരിയയുടെ താഴെ ഭാഗത്ത് ഒരു ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിനോട് ചേർന്നിട്ടുള്ള, അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വുഡൻ എലമെന്റ്സിനൊക്കെ ചേർന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു വാഷ് ബേസിനും കൂടെ കൊടുത്തിട്ടുള്ളത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് കൂടുതലും ഗ്ലാസ് ടൈപ്പിലായിട്ടുള്ള ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഈ ഗ്ലാസിന്റെ ഇൻസൈഡിലെല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ക്രോക്കറി ടൈപ്പിൽ കൊടുത്തിട്ടുള്ള ഒരു ലോങ് ടൈപ്പിലുള്ള ഗ്ലാസും കൊടുത്തിട്ടുണ്ട്.
താഴെ ഭാഗമൊക്കെ ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫിനിഷിലുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഈ എല്ലാ ഭാഗത്തും പ്രൊഫൈൽ ചാനലെല്ലാം കൊടുത്തിട്ടാണ് ഇതിന്റെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇതിന്റെ ടോപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. എല്ലാ ടൈൽസും കോർണർ 45 കട്ട് ചെയ്തിട്ട് അതിസുന്ദരമായി തന്നെയാണ് ഈ ഓരോ ഭാഗങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് ഈ വീടിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഭാഗം. എല്ലാ ടൈൽസും 45 മുറിച്ച് ഇത്രയും ക്ലിയർ ആയി ചെയ്തിട്ടുള്ള വർക്കുകൾ, ഇതൊരു വർക്കറുടെ കഴിവ് എന്ന് തന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടി വരും. ഓരോ ടൈൽ ഫിനിഷിങ്ങിനും ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങൾ നമ്മളൊരു കൊറിയൻ ടോപ്പ് ചെയ്തിട്ടുള്ള അതേ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഓരോ കോർണറിന്റെ എഡ്ജസും ഫിനിഷ് ചെയ്തത് അത്ര സുന്ദരമായിട്ടാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ലോങ് ടൈപ്പിലുള്ള ഒരു വിൻഡോസ് കവേർഡ് ആയിട്ട് ബ്ലൈൻഡ്സ് കട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഒരു അലുമിനിയം ഫിനിഷിൽ വരുന്ന ഒരു കട്ടനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് സുന്ദരമായിട്ട് ലൈറ്റ് അകത്തേക്ക് വരാവുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ കോട്ട് കൊടുത്തിട്ടുള്ളത് 6-6.25 സൈസ് തന്നെയാണ്. അത് കുഷൻ ടൈപ്പ് തന്നെ ബാക്ക് ഹെഡ്രസ്റ്റിൽ കുഷൻ കൊടുത്തിട്ടുണ്ട്. വുഡ് തന്നെ സോളിഡ് വുഡിലാണ് ഈ ഒരു കോട്ട് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ തന്നെ അലുമിനിയത്തിലാണ് ഈ ഒരു വാർഡ്രോബ് ലോഫ്റ്റ് വരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ അലുമിനിയം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ഉള്ള കളർ ഉപയോഗിച്ചിട്ടാണ്, ഒരു മെറ്റാലിക് ടൈപ്പിലുള്ള കളർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം, ഈ ഒരു ഡോറുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു നല്ലൊരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ട് അതിനോട് ഒരു ഹാഫ് കർവ്ഡ് ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ഒരു ഡ്രോവറും സെറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടിനോട് ചേർന്ന് തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അതേ കളർ പാറ്റേണിലാണ് ഇവിടെ ബേ വിൻഡോയും കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്ത് തന്നെ വലിയൊരു ഹാളിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇവിടെ നമുക്ക് താഴ്ന്ന് കാണുന്ന ഷാൻഡലിയർ ഇവിടുന്നും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ നല്ലൊരു രീതിയിലുള്ള ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റിംഗ് കൊടുത്തതിന് കൂടെ തന്നെയാണ് ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടി വി യൂണിറ്റിന്റെ ഭാഗത്ത് ഒരു താഴെ ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അധികം കൂടുതലായിട്ട് ഒരു ഇന്റീരിയറിലെ ഒരുപാടൊന്നും കൊടുക്കാതെ സിമ്പിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ട് ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഓരോ ലൈറ്റിങ്ങിലും അതേപോലെ തന്നെ ഓരോ ഷാൻഡലിയർ കൊടുത്തതിലും സീലിംഗ് ചെയ്തതിലും എല്ലാത്തിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സിംപ്ലിസിറ്റിയാണ് ഈ വീടിന്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമ്മളെ കൂടുതലും ഇതിലേക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വീടിനെ ഏറ്റവും മനോഹരമാക്കാൻ സഹായിച്ചിട്ടുള്ളത്. ഒരു വിശാലമായ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വലിയ രീതിയിൽ തന്നെയാണ് ഇവിടെ കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് സൈഡിൽ തന്നെ ഒരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലോങ് കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. കോട്ടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് റോമൻ കർട്ടനാണ് ചെയ്തിട്ടുള്ളത്. 3 ഡോർ വരുന്ന വാൾഡ്രോബാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോങ് ടൈപ്പിലുള്ള ഹാൻഡിൽ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. ഈ ഒരു നമ്മൾ വരുന്ന ഭാഗത്ത് തന്നെയാണ് ഡോറിൻ്റെ ബാക്ക് വശത്തായിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 4 ബെഡ്റൂമുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ വീട്ടിലെ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള കട്ടില് മരത്തിൽ തന്നെ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. സോളിഡ് വുഡ് തന്നെ ചെയ്തിട്ട് സിമ്പിളായി പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ഒരു കട്ടിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന രീതിയിൽ തന്നെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ടേബിളിനോട് ചേരുന്ന രീതിയിൽ തന്നെ സീലിംഗിൽ നിന്നൊരു ഹാങ്ങിങ് ലൈറ്റ് താഴെ ഭാഗത്തേക്ക് കൊടുത്തിട്ട് നല്ല സുന്ദരമായ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റോമൻ കർട്ടനാണ് ഉപയോഗിച്ചിട്ടുള്ള. ഒരു സൈഡിൽ ലോങ് കർട്ടൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ വീട്ടിലെ ഈ റൂമിൽ ചെയ്തിട്ടുള്ള ഈ വാർഡ്രോബ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് അലൂമിനിയത്തിലാണ്. അലൂമിനിയത്തിൽ തന്നെ ഫ്ലൂട്ടഡ് പാനൽസ് എല്ലാം ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട്. ലൈറ്റും മിററും എല്ലാം കൊടുത്ത് സുന്ദരമായി തന്നെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. തണലിടങ്ങൾ തേടിയുള്ള നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡ് മാത്രമാണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനിയും പുത്തൻ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ സദാ സന്നദ്ധരായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുത്തൻ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നത് വരേക്കും ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഐ എം രാജേഷ് പുറത്തൂർ. ഐ എം സുനിത രാജേഷ്. താങ്ക് യു.